ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറിനും ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി എല്ലാ മാസങ്ങളിലും നടത്തിവരുന്ന സംഗീത ശുശ്രൂഷയാണ് ഇന്ന് പ്രത്യാശാ ഗാനങ്ങൾ എന്ന പേരിൽ ഈ സൂം മാധ്യമത്തിലൂടെ നടത്തപ്പെടുന്നത്. എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ ശനിയാഴ്ചകളിലാണ് സാധാരണ ഞങ്ങളുടെ ഈ ശുശ്രൂഷ നടന്നു വരുന്നത്. എന്നാൽ ചില കാരണങ്ങളാൽ ശുശ്രൂഷ ഉള്ളതുകൊണ്ടും ഒരാഴ്ച മുന്നമേ അത് വെക്കുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും വ്യത്യസ്തങ്ങളായ നിലകളിൽ വിവിധങ്ങളായിരിക്കുന്ന ശുശ്രൂഷകൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ നടത്തപ്പെടുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. ആദ്യോടന്തം യാതൊരു സാങ്കേതിക തകരാറുമില്ലാതെ ഈ ശുശ്രൂഷ അനുഗ്രഹമായി നടത്തപ്പെടുവാൻ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കുവാനും ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനു വേണ്ടിയും ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് തടസ്സം കൂടാതെ ജോയിൻ ചെയ്യുവാനും ഇടയായിത്തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാവേലിക്കരയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്തദാസൻ തോമസ് രാജു അങ്കിൾ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. അതിനായിട്ട് പ്രിയ അങ്കിളിനെ ക്ഷണിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ പുത്രന് ഞങ്ങളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിനായിട്ട് സ്തോത്രം. മുതൽ കൂടി ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു ഞങ്ങൾക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പ്രബോധിപ്പിച്ച് കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അങ്ങേ അറിയുവാനും അങ്ങയെ സ്നേഹിപ്പാനും അങ്ങേ ആരാധിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പോലെ കർത്താവെ, പെർത്ത് ഇന്ത്യൻ കർത്താവെ, ഗോസ്പൽ ടീമിന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അങ്ങയുടെ ദാസീദാസന്മാരിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവ് വേണ്ടുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഓരോ ശുശ്രൂഷകളും ചെയ്യുന്ന അങ്ങയുടെ ദാസീദാസന്മാരെ ഓർക്കണമേ, സഹായിക്കണമേ. ഇത് ലീഡ് ചെയ്യുന്ന അങ്ങയുടെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കണം. നരേഷൻ പറയുന്ന അങ്ങയുടെ ദാസനെ ഓർക്കണമേ, സഹായിക്കണം. ആവശ്യമായ ദൈവകൃപ ഓരോരുത്തർക്കും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് അങ്ങയുടെ സന്നിധിയിലിരുന്ന് കർത്താവിൻ്റെ നാമം ഞങ്ങൾ കൂടി മഹത്വപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ ആത്മീയ വർധനയ്ക്ക് അത് അനുഗ്രഹമായി തീരുവാൻ, കുറെ കൂടെ കർത്താവിനോട് ഞങ്ങളെ ചേർന്ന് ജീവിക്കുന്നവരായി തീരുവാൻ ഇന്നത്തെ ഓരോ ശുശ്രൂഷകൾ മുഖാന്തരവും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുമൽ കൊടുക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം ഓരോരുത്തരെയും കരുതിക്കാട്ടെ. കടന്നു വന്ന എല്ലാവർക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആദ്യോടന്തം ഞങ്ങളെ അവിടുന്ന് എന്നെ ഭരിക്കണമേ. സകല മഹത്വം അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനയായിട്ടുകൊണ്ട് സ്തോത്രം വരവിനായിട്ടിരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രാവശ്യവും ഓർമ്മിപ്പിക്കുന്നതാണെങ്കിലും പുതുതായി ജോയിൻ ചെയ്യുന്നവരുടെ അറിവിലേക്ക് വേണ്ടി ഈ ശുശ്രൂഷയുടെ കുറിച്ച് ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ എന്നുള്ളത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ബ്രദറൻകാരായിരിക്കുന്ന മലയാളികൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് പ്രിയ ജോൺ ചെറിയാൻ അങ്കിൾ. അദ്ദേഹമാണ് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അനേക വർഷങ്ങളായി ഇത്തരത്തിലുള്ള നിരവധി ശുശ്രൂഷകൾ ഈ സൂം മാധ്യമത്തിലൂടെ നടത്തപ്പെടുന്നു. അതിന് മുഖാന്തരമായത് പ്രിയ ജോൺ ചെറിയാൻ അങ്കിളാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ നടന്നു വരുന്ന ഒരു ടീം പ്രവർത്തനമാണ്. വിവിധ നിലകളിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ
കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ശ്രീകണ്ഠാപുരം പ്രദേശത്ത് നടത്തുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പരസ്യയോഗങ്ങൾ, ഭവന സന്ദർശനങ്ങൾ, മിനി കൺവെൻഷനുകൾ, ബൈബിൾ ക്ലാസുകൾ ആദിയായി നിരവധിയായിരിക്കുന്ന ശുശ്രൂഷകൾ നിർവഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങൾക്ക് കൃപ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ആ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ രണ്ട് ടീമുകളും ഒരുമിച്ച് ചേർന്നാണ് ഈ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ, ദേവദാസന്മാരുടെ വചന സന്ദേശങ്ങൾ കേൾക്കുവാൻ, കുഞ്ഞുങ്ങളുടെ പാട്ടുകൾ കേൾക്കുവാൻ, അങ്ങനെ വിവിധ നിലകളിലുള്ള ശുശ്രൂഷകൾ നിർവഹിപ്പാൻ അടിയങ്ങൾക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് പ്രത്യാശ ഗാനങ്ങൾ എന്ന പേരിൽ ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുവാൻ ഇടയായി തീരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്നത് ബ്രദർ പ്രമോദ് ജോൺ ദോഹ, ബ്രദർ സജീവ് മാത്യു മെൽബൺ, ബ്രദർ ജോൺ സ്തംബ ന്യൂജേഴ്സി, ബ്രദർ ഷൗൽ വർഗീസ് ദുബായ്, ബ്രദർ രാജു ജോർജ് ദോഹ, സിസ്റ്റർ മജു എബി അൽബർ, സിസ്റ്റർ ആൻ എസ്തർ അലക്സ് ബിലായി, സിസ്റ്റർ ലിസ ബിജു ബഹ്റിൻ, സിസ്റ്റർ ലിറ്റി ബെൻ ചെന്നൈ, സിസ്റ്റർ ആസ്നത്ത് കണ്ണൻ കരുമല്ലൂർ എന്നീ പ്രിയപ്പെട്ടവരാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും പ്രിയ സഹോദരി സഹോദരന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്കിടയായി തീർന്നിട്ടുണ്ട്. വീണ്ടും അവരുടെ ശബ്ദത്തിൽ കർത്താവിനെ മുഹത്വപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ ഇടയായി തീർന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ ദേശങ്ങളിൽ നിന്നും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതവും ചെയ്യുകയാണ്. പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന ദേവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് കർത്താവിൻ്റെ ദാസൻ KM ജോൺ അവർകളാണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ 50 വർഷത്തിലധികമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്തദാസൻ ഒരു വേദ അധ്യാപകൻ, ഗാനരചയിതാവ്, പ്രസംഗകൻ എന്നീ നിലകളിൽ കർത്താവ് വളരെയധികം എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനേക ഗ്രന്ഥങ്ങൾ എഴുതുവാനായിട്ടുള്ള കൃപ ദൈവം കൊടുത്തു. ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ പുസ്തകങ്ങൾ എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. ഫിലിപ്പിയ ലേഖനം, എബ്രായ ലേഖനം, FAC ലേഖനം തുടങ്ങിയ ലേഖനങ്ങളുടെ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതിന്ന് അവൈലബിൾ ആണ്. ഓരോ ലേഖനങ്ങളും വാക്യപ്രതിവാക്യമായി പഠിക്കുവാൻ ഉതകുന്ന നിരത്തിലുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിൽ നിന്നും വിരചിതമായിട്ടുണ്ട്. തുടർന്നും കർത്താവിൻ്റെ മഹത്വകരമായ വേലയിൽ തുടരുവാനായിട്ട് ഇടയായിത്തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്തദാസനെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള കാര്യം ലീഡ് ചെയ്യുന്നതിന് വേണ്ടി കർത്തദാസനെ സ്നേഹത്തോടെ ആദരത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാസത്തിലും നടക്കുന്നത് പോലെ ഈ മാസത്തിലും 10 ഗാനങ്ങൾ അടങ്ങുന്ന പ്രത്യാശ ഗാനങ്ങൾ എന്നുള്ള ഈ സംഗീത സായാഹ്നം വളരെ അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. നാം ഓർത്തതുപോലെ പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ കണ്ണൂര് ശാലോം ഗോസ്ബൽ മിനിസ്ട്രീസും ചേർന്ന് നടത്തുന്ന ഈ അനുഗ്രഹീത പരിപാടിയിൽ എനിക്കും ഈ നിലയിൽ ഒരു ഭാഗവാക്ക് ആകുവാൻ കൃപ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി കർത്തൃനാമത്തിൽ അറിയിക്കുന്നു. ഗാനങ്ങൾ എപ്പോഴും നമുക്ക് ആശ്വാസം നൽകുന്നതാണ്, നമുക്ക് ഉത്തേജനം നൽകുന്നതാണ്, നമുക്ക് സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ട് എത്ര ഗാനങ്ങൾ നാം കേട്ടാലും നമുക്ക് മതിവരാതെ വണ്ണം വളരെ സന്തോഷകരമാണ് എന്ന് നമുക്ക് എല്ലാവരുടെയും അനുഭവമാണ്, നാം അനുഭവിച്ച് അറിയുവാൻ ഇടയായിട്ടുള്ള കാര്യമാണ്. ഇന്നും ആ നിലയിൽ കർത്താവിൻ്റെ ദാസന്മാരും കർത്താവിൻ്റെ ദാസിമാരുമായി 10 പേർ 10 ഗാനങ്ങൾ ആലപിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ആദ്യമായി ഗാനം ആലപിക്കുന്നത് ബ്രദർ സജീവ് മാത്യു മെൽബൺ. ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും
പ്രത്യാശയും വർദ്ധിപ്പിക്കുവാൻ ഇടയാകുന്ന ഒരു പഴയ ഗാനമാണ് വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും എന്ന ഗാനം. എല്ലാവർക്കും വളരെ ഇഷ്ടം ഉള്ള ഒരു ഗാനമാണത് എന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് വാക്തത്വം ചെയ്ത നമ്മുടെ രക്ഷാനായകന്റെ ആ വാക്തത്വ നിവൃത്തിക്കായി നാം കാത്തിരിക്കുകയാണ്. ഇത്തരുണത്തിൽ സഹോദരൻ സജീവ് മാത്യു മെൽബണിൽ നിന്നും ആലപിക്കുന്ന ഈ ഗാനം നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ ഇടവരുന്നതാണ്. വട്ടമല ഫിലിപ്പോസ് ഉപദേശി ആണ് ഈ ഗാനം രചിച്ചത്. ഈ ഗാനം രചിക്കുവാനായിട്ട് ഒരു കാരണം അതിനുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു പ്രസംഗകനായിരുന്നു. അദ്ദേഹം തന്റെ സ്വദേശമായ കീക്കുഴിയിൽ നിന്നും പുനലൂരിലേക്ക് ഒരു യോഗത്തിന് പോയി മടങ്ങി വരുമ്പോൾ കുമ്പഴ ആ ആറ്റിൽ അന്ന് പാലമുണ്ടായിരുന്നില്ല. വള്ളത്തിൽ കടന്നു വേണമായിരുന്നു, കടവുവള്ളം ഉപയോഗിച്ചായിരുന്നു അക്കരയ്ക്ക് പോകേണ്ടിയിരുന്നത്. അങ്ങനെ ഉപദേശിയും ഈ കടവ് കടക്കുവാനായി വള്ളത്തിൽ കയറുവാൻ നോക്കിയപ്പോൾ വള്ളത്തിൽ പരിധിയിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി കടത്തുകാരനോട് പറഞ്ഞു, വള്ളത്തിൽ ആളുകൾ കൂടുതലുണ്ടല്ലോ, ഈ വള്ളം പോകുമോ? അദ്ദേഹത്തിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം വേഷത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കി ഇദ്ദേഹം ഒരു ഉപദേശിയാണ് എന്ന്. ആ ഉപദേശിയെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, വള്ളം പോകും, ഉപദേശി കയറി ഇരുന്നാട്ട്, ഞാനല്ലേ തുഴയുന്നത്. അങ്ങനെ വള്ളത്തിൽ കയറി അല്പം മുന്നോട്ട് പോയി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ആറ്റിൽ വള്ളം ഒരു ചുഴിയിൽപ്പെട്ടു. വള്ളം മുങ്ങി, എല്ലാവരും വെള്ളത്തിൽ ആയി. എന്നാൽ കരയ്ക്ക് നിന്ന ലോറിക്കാരും മറ്റാളുകളും കയറും മറ്റും ഇട്ടുകൊടുത്ത് എല്ലാവരെയും രക്ഷിച്ചു. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായില്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായ വലിയ ഒരു ചിന്തയാണ് അതിന്റെ അടികളിൽ ഒന്നായി അദ്ദേഹം പാടിയത്. ആ മനോഹരമായ ഗാനത്തിന്റെ ഈരടി അദ്ദേഹം പാടി, ഈ വാരുതിയിൻ വൻതിരയിൽ തള്ളലേറ്റ് ഞാൻ മുങ്ങിടാതെ പ്രിയൻ എൻ്റെ ബോട്ടിലുണ്ടല്ലോ എന്ന്. പിന്നീട് ആ ഗാനം വികസിപ്പിച്ച് മറ്റ് അനേക അടികൾ കൂടെ ചേർത്ത് വളരെ പ്രത്യാശയും ധൈര്യവും ഉറപ്പുമുള്ള ഒരു ഗാനമായി തീരുവാൻ ഇടയായി തീർന്നു. ആ മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു പ്രിയ സഹോദരൻ സജീവ് മാത്യു. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഗാനം ആലപിക്കുവാനായി ക്ഷണിക്കുന്നു. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും ഞാനെന്നും എൻ്റെ പ്രിയനെ, പാടും ഞാനെന്നും എൻ്റെ പ്രിയനെ. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിയിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിയിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ.
ക്ഷാമം ഭൂകമ്പം അതിനാരംഭം, ക്ഷാമം ഭൂകമ്പം അതിനാരംഭം. വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്രയാനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്രയാനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാ, എന്റെ പ്രിയനെ ഒന്നു കാണുവാ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. രക്ഷിതാവെ നിൻ വരവ് കാത്തു കാത്തു ഞാൻ, ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. എൻ രക്ഷിതാവെ നിൻ വരവ് കാത്തു കാത്തു ഞാൻ, ഈ ദുഷ്ടലോക കഷ്ടതകൾ എത്ര ഏൽക്കണം. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോം, നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു പോം. വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും ഞാനെന്നും എന്റെ പ്രിയനേ. കർത്താവിന് സ്തോത്രം. മനോഹരമായ ആ ഗാനം ആലപിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് ഇത്ര മനോഹരമായ ഗാനം ആലപിക്കുവാനുള്ള വലിയ കൃപ പ്രിയ സഹോദരന് നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ സഹോദരനും ോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. തുടർന്നും ധാരാളമായ ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രിയ കർത്താവിന്റെ ദാസനെ ദൈവാത്മാവ് സഹായിക്കുമാറാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട വലിയവനായ ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് ഒരിക്കൽ പറഞ്ഞു, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ വാഗ്ദത്തം ഇന്ന് നമുക്കും പ്രായോഗികമാണ്, പ്രാവർത്തികമാണ്. നമ്മെ ഒരിക്കലും മറക്കാത്ത നമ്മുടെ കർത്താവ് മറക്കയില്ല എന്ന് മാത്രമല്ല, എണ്ണമില്ലാത്ത നന്മകൾ തന്ന് നമ്മെ ഒരു നാളും കൈവിടാതെ നമ്മെ സൂക്ഷിക്കുന്ന നല്ല കർത്താവ്. ആരെല്ലാം മറന്നാലും നമ്മെ മറക്കാത്ത നമ്മുടെ നല്ല നാള് അന്ത്യത്തോളം നമ്മോട് കൂടെയുണ്ട് നമ്മെ കരുതുന്ന നല്ല കർത്താവ്. MT ജോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ എഴുതിയ മനോഹരമായ ഈ അർത്ഥം വരുന്ന ഗാനം ബഹറിൽ നിന്ന് പ്രിയ സഹോദരി ലിസ ബിജു നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രിയ സഹോദരിയെ ആദരപൂർവം ഗാനം ആലപിക്കുവാനായി ക്ഷണിക്കുന്നു. Praise the Lord. ഞാൻ നിന്നെ കൈവിടുമോ
എണ്ണമില്ലാതുള്ള നന്മകൾ നൽകി ഒരു നാളും കൈവിടാതെ കൂടെ നടക്കുന്ന നല്ല കർത്താവിനെ കുറിച്ച് പാടുവാൻ, കേൾക്കുവാൻ ലഭിച്ച ആ അസുലഭ സന്ദർഭമോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗാനം ആലപിച്ച പ്രിയ സഹോദരിയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുടർന്നും ധാരാളമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പ്രിയ സഹോദരിയെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന നമ്മുടെ കർത്താവ്, അവനെ നാം അനുസരിക്കുന്നുവെങ്കിൽ അധികമായ കൃപ ചൊരിഞ്ഞ് നമ്മെ അമിത ബലത്തിൽ നടത്തും എന്ന് സഹോദരൻ കോശി തലയ്ക്കൽ എഴുതിയ മനോഹരമായ ഒരു ഗാനം നമുക്കായി ഡോഹയിൽ നിന്ന് പ്രിയ സഹോദരൻ പ്രമോദ് എസ് ജോൺ ആലപിക്കുന്നു. പ്രിയ സഹോദരനെ നമുക്ക് ഗാനം ആലപിക്കുവാനായി കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ എന്ന ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ. പാപം എല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. പാപം എല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ച നമുക്കൊരുക്കിടുന്നവനധികം കൃപയരുളിടുമേ ബലമണിക്കുമേ. കൃപയരുളിടുമേ ബലമണിക്കുമേ. മറമധുരമായി മാറ്റി
വലിയവൻ. ഇരുൾ നമ്മെ മൂടിയിടുമ്പോ ലോക വെളിച്ചമായി അവനണയും. രോഗികളായിടുമ്പോ സൗഖ്യദായകൻ അവൻ കരുതും. അവനാലയത്തിൽ സ്വർഗനന്മകളാൽ, അവനാലയത്തിൽ സ്വർഗനന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും, നമ്മെ നിറച്ചിടും അനുദിനവും. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. അവനാരിലും മതിയായവൻ. കർത്താവിന് സ്തോത്രം. യേശു ആരിലും വലിയവനാണ്. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും ലഭിച്ചവനും, സ്വർഗീയ ദൂതന്മാരാൽ നിത്യം ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും, സകലത്തിൻ്റെയും സൃഷ്ടാവും നിയന്ത്രിതാവും അത്യുന്നതനുമായ നമ്മുടെ കർത്താവ്, അവൻ ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്ന അവന്റെ താഴ്ചയിൽ നാം ഈ സമയത്ത് ഓർക്കുകയാണ്. ഇരുളിലായിരുന്ന നമ്മെ വെളിച്ചമാക്കി തീർത്ത ആ നല്ല കർത്താവ്, അവനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ നമുക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട നമുക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ് എന്ന് മാത്രമല്ല, അവന്റെ സ്വരം അനുസരിക്കുന്നവർക്ക്, അവന്റെ സ്വരം എന്നാൽ ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവർക്ക് അവനെല്ലാം നന്മയ്ക്കായി ചെയ്യും. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരാണ് ദൈവമക്കളായ നമ്മൾ. എന്നാൽ നമ്മെ ഒന്ന് പരിശോധിക്കുവാൻ ഈ ഗാനത്തിന്റെ മുമ്പിൽ ഇടയാകട്ടെ. കർത്താവിന്റെ വചനം, ചെറുതും വലുതുമായിരിക്കുന്ന വചനങ്ങൾ എല്ലാം ഉള്ളതുപോലെ മനസ്സിലാക്കുവാനും അനുസരിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പലപ്പോഴും വചനത്തെ നാം ലഘൂകരിച്ച് കാണുകയോ നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ നൽകി വചനത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലും ചെയ്യുകയോ ചെയ്യുന്നില്ലേ? നാം നമ്മെ തന്നെ പരിശോധിക്കുവാൻ ഇടവരട്ടെ. നാം വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി, നമ്മുടെ അത്യുന്നതനായ നമ്മുടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ച് ഈ ലോകത്തിൽ ജീവിക്കാം. കർത്താവിന്റെ നാമം അധികമായി മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനം വളരെ മനോഹരമായി ആലപിച്ച പ്രിയ സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും കർത്താവ് ധാരാളമായി അദ്ദേഹത്തെ കർത്താവിന് വേണ്ടി പാടുവാൻ ഇടയാക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ധന്യനാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രിയ സഹോദര, സഹായിക്കുമാറാകട്ടെ. എന്നെ നടത്തുന്ന ആ പൊന്നു കരം ഒരു നാളും കുറുകിപ്പോയിട്ടില്ല. ഒരു നാളും കുറുകിടാത്ത, മാറിപ്പോകാത്ത പൊന്നുകരം
നമ്മെ താങ്ങി നടത്തുന്നു. അത് മാത്രമല്ല, ഒരിക്കലും മന്ദമാകാതെ നമ്മുടെ നിലവിളിക്ക് ചെവി ചായ്ക്കുന്ന ശക്തമായ ചെവി നമുക്ക് മുമ്പിലുണ്ട്. നമ്മുടെ ദാഹം തീർക്കുവാൻ ഒരിക്കലും വറ്റിപ്പോകാത്ത വലിയ നദി നമുക്കുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പാനപാത്രം ഒരിക്കലും നാം ദാഹിച്ചു പോകുവാൻ ഇടയാകാതെ നിറഞ്ഞിരിക്കുന്നു. എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഒരു പാനപാത്രം നമുക്ക് ഉണ്ട് എന്നുള്ളത് ഓർത്ത് ഹല്ലേലൂയ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ നിലയിൽ സഹോദരൻ അനിൽ അടൂർ രചിച്ച മനോഹരമായ ഒരു ഗാനം ചെന്നൈയിൽ നിന്ന് പ്രിയ സഹോദരി ലിറ്റി ബെൻ നമുക്കായി ആലപിക്കുന്നു. പ്രിയ സഹോദരിയെ ആദരപൂർവം ഗാനം ആലപിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord.
ഒരു നാളിലും വാതിലടയുകില്ല. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാറ്. എൻ തല ചായിപ്പാൻ ഒരു മാവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാറ്. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. കർത്താവിന് മഹത്വം. നമ്മുടെ ശക്തനായ കർത്താവിന്റെ ഭുജബലത്തിൽ നമ്മെ താങ്ങി നടത്തുന്ന ആ നല്ല കർത്താവിനെ കുറിച്ച് പാടുവാൻ, അവൻ നമ്മെ നടത്തുന്ന വഴികളെ ഓർക്കുവാൻ ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ സഹോദരിയോടും കീബോർഡ് വായിച്ച പ്രിയ സഹോദരനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും കർത്താവിന് വേണ്ടി ധാരാളമായി പ്രയോജനപ്പെടുവാൻ, പാടുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനി നാം വളരെ പഴയ ഒരു മനോഹരമായ ഗാനമാണ് കേൾക്കുവാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു ഗാനമാണ്. മഹിമാസമ്പന്നനായ പരമേശ്വരനായ യേശു കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന E.I. ജേക്കബ് സാറിന്റെ മനോഹരമായ ഒരു ഗാനമാണ്. ആത്മീയ ജീവിതത്തിൽ ധൈര്യവും പ്രത്യാശയും അധികമായി നൽകുന്ന ആ മനോഹരമായ ഗാനം. കർത്താവിനെ കുറിച്ചുള്ള നല്ല ചിന്തയോടെ അതിരാവിലെ ഞാൻ ഉണർന്നെഴുന്നേൽക്കും എന്ന് അദ്ദേഹം പാടുകയാണ്. ഈ അടി നാം പാടുമ്പോൾ ഒരു പഴയ ഒരു കഥയിൽ ഒരു കാര്യത്തേക്ക്, ഒരു സംഭവത്തിലേക്ക് എൻ്റെ ഓർമ്മ വരികയാണ്. കർത്തൃദാസൻ V.T. മത്തായിച്ചൻ താൻ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ എല്ലാവരുടെയും അനുഗ്രഹത്തിനും നന്മയ്ക്കും വേണ്ടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് അവസാനമായി ചിന്തിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ചായിരിക്കണം. മറ്റൊരു ചിന്തയുമില്ലാതെ യേശു കർത്താവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാൻ കഴിയണം. അതുപോലെ തന്നെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചിന്തയിൽ വരേണ്ടത് യേശു കർത്താവിനെ കുറിച്ചുള്ള കാര്യമായിരിക്കണം. അങ്ങനെ കർത്താവിനെ കുറിച്ചുള്ള ചിന്തയോടുകൂടെ വേണം ഉണർന്ന് വരുവാൻ. അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു. നമുക്കും ആ ആഗ്രഹം മാതൃകയായി തീരട്ടെ. നമുക്കും ആ കർത്താവിനെ ആ നിലയിൽ ഓർക്കുവാൻ അതികാലെ ഞാൻ ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്ന് പറയുവാൻ ഇടയാകട്ടെ. സഹോദരൻ ജോൺസ് തമ്പാൻ ന്യൂജേഴ്സിയിൽ നിന്ന് മഹിമയെഴും പരമേശ എന്ന മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രിയ സഹോദരനെ ആദരപൂർവം ഈ ഗാനം ആലപിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. മഹിമയെഴും പരമേശ പാഹിമാമേശു മഹേശ. മഹിമയെഴും പരമേശ പാഹിമാമേശു മഹേശ.
നിസ്തുല സ്നേഹ സാഗരമേഹ നിസ്തുല സ്നേഹ സാഗരമേഹ പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തു നീതാനൻ വിശ്രാമം പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തു നീതാനൻ വിശ്രാമം മഹിമയഴും പരമേശ പാഹി മാമേഷു മഹേശ നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും നിൻമധുരാമൃതവചനം ഖിന്നതയാകവെ പോക്കും നിൻമധുരാമൃതവചനം ഖിന്നതയാകവെ പോക്കും മഹിമയഴും പരമേശ പാഹി മാമേഷു മഹേശ സംഗതിയിൽ ഇളകിടുവാൻ സ്നേഹ സംഗതിയിൽ ഇളകിടുവാൻ സ്നേഹ ചങ്ങലയാൽ തിരുമാർവോ എന്നെ ഇണച്ചതുമൂലം ചങ്ങലയാൽ തിരുമാർവോ എന്നെ ഇണച്ചതുമൂലം മഹിമയഴും പരമേശ പാഹി മാമേഷു മഹേശ മഹിമയഴും പരമേശ പാഹി മാമേഷു മഹേശ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ആ പഴയ ഗാനം വളരെ അനുഗ്രഹമായ നിലയിൽ ഒരിക്കൽ കൂടെ നമുക്ക് കേൾക്കുവാനിടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും കർത്താവ് ധാരാളമായി അദ്ദേഹത്തെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യട്ടെ. ഇതുവരെ നമ്മൾ മാതൃഭാഷയിലുള്ള ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇനി ഒരു അന്യഭാഷാ ഗാനം നമുക്ക് കേൾക്കാവുന്നതാണ്. ബിലായിൽ നിന്ന് നമ്മുടെ പ്രിയ മോൾ ആൻ എസ്റ്റർ അലക്സ് നമുക്ക് വേണ്ടി മനോഹരമായ ഒരു തെലുങ്ക് ഗാനം ആലപിക്കുകയാണ്. ആ തെലുങ്ക് ഗാനത്തില് അതിന്റെ ആശയം സ്തുതിയോടും താളത്തോടും കൂടെ ദൈവത്തെ പാടി സ്തുതിക്കാം എന്ന ആഹ്വാനമാണ് ഈ ഗാനത്തിന്റെ ആരംഭം. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ചത് നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. ജലപ്രളയത്തിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചത് നമ്മുടെ ദൈവമായ കർത്താവായിരുന്നു. ശമരിയ സ്ത്രീയുടെ പാപങ്ങൾ പോക്കി രക്ഷിച്ച നമ്മുടെ കർത്താവ് മുഴുലോകത്തിന്റെയും പാപങ്ങൾ മോചിച്ച് രക്ഷിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. അവന് നമുക്ക് ഹല്ലേലൂയ പാടി സ്തുതിക്കാം എന്നതാണ് ഈ ഗാനത്തിന്റെ ആശയം. നമുക്ക് വളരെ മനോഹരമായ ആ തെലുങ്ക് ഗാനം ഇപ്പോൾ കേൾക്കാം. പ്രിയ ആൻ എസ്റ്റർ അലക്സ് മോളെ ഈ ഗാനം ആലപിക്കുവാനായിട്ട് ആദരപൂർവം ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് പൈതലിനെ സഹായിക്കട്ടെ. Ah
భజించినే పొగడనా స్వామి శృతి చేసినే పాడనా స్తోత్ర గీతం హల్లెలూయా 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 శృతి చేసినే పాడనా స్తోత్ర గీతం దానియేలును సింహపు బోనులో కాపాడినది నీవే కదా దానియేలును సింహపు బోనులో కాపాడినది నీవే కదా జల ప్రళయములో నోవాను కాచిన బలవంతుడవు నీవే కదా జల ప్రళయములో నోవాను కాచిన బలవంతుడవు నీవే కదా నీవే కదా నీవే కదా నీవే కదా హల్లెలూయా 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 శృతి చేసినే పాడనా స్తోత్ర గీతం సమరయ స్త్రీని కరుణతో బ్రోచిన సచ్చరితుడవు నీవే కదా సమరయ స్త్రీని కరుణతో బ్రోచిన సచ్చరితుడవు నీవే కదా పాపుల కొరకై ప్రాణమునిచ్చిన కరుణామయుడవు నీవే కదా పాపుల కొరకై ప్రాణమునిచ్చిన కరుణామయుడవు నీవే కదా నీవే కదా నీవే కదా నీవే కదా హల్లెలూయా 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 శృతి చేసినే పాడనా స్తోత్ర గీతం భజించినే పొగడనా స్వామి శృతి చేసినే పాడనా స్తోత్ర గీతం హల్లెలూయా 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 శృతి చేసినే పాడనా స్తోత్ర గీతం థ్యాంక్ యూ
കർത്താവിന് സ്തോത്രം. ആൻ എസ് ആർ മോളോടുകൂടെ എൽസ മോളും ഒരുമിച്ച് പാടുവാൻ ഇടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി വളരെയധികം പാടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും ധാരാളമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ, അവരെ കുടുംബമായിട്ട് സഹായിക്കട്ടെ. അവരെല്ലാവരും കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരാകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിന്റെ അവസാനത്തെ അടിയിൽ നാം കേട്ടത് ശമരിയ സ്ത്രീയെ രക്ഷിച്ച കർത്താവ് മുഴു ലോകത്തെയും രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് എന്നാണ്. ശമരിയ സ്ത്രീ ഒരു പാപിനിയായ സ്ത്രീയായിരുന്നു. എന്നാൽ കർത്താവ് അവളോട് സംസാരിച്ചപ്പോൾ അവൾക്ക് മാനസാന്തരമുണ്ടായി എന്നുള്ളതാണ് വളരെ പ്രധാനമായ കാര്യം. പിന്നെ ഒരിക്കലും ശമരിയ സ്ത്രീ പാപിനിയായ സ്ത്രീയായിട്ടല്ല അറിയപ്പെടുന്നത്. അവൾ മാനസാന്തരപ്പെട്ടു. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുകയും ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും യേശുവിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് മാനസാന്തരത്തിന്റെ പൂർണ്ണത. അങ്ങനെ മാനസാന്തരപ്പെടുന്ന ഏത് പാപിയും, ഏത് കഠിന പാപിയും, ദൈവവചനത്തിൽ നാം വായിക്കുന്ന, യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും അതിനെ ഞാൻ വെളുപ്പിക്കും. ഏത് മഹാപാപിയെയും രക്ഷിക്കുവാനായിട്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അവന്റെ ശരീരം നമുക്ക് വേണ്ടി അവിടെ തകർത്തു. അവന്റെ രക്തം അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. അവന്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു തന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പരിപൂർണമായി പാപമോചനം ലഭിച്ച് ദൈവ മക്കളായി തീരുവാൻ, ദൈവ ജനമായി തീരുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാനുള്ള മഹാഭാഗ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്, നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ അനേകർ ആ ഭാഗ്യ പദവിയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ ആ ഗാനം ഈ വലിയ വസ്തുത, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെക്കുറിച്ച് നമ്മെ ഓർപ്പിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ആ കർത്താവിനോട് നന്ദിയും സ്നേഹമുള്ളവരായി ജീവിക്കാം. ദൈവമായ കർത്താവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് ഡോഹയിൽ നിന്ന് നമ്മുടെ പ്രിയ സഹോദരൻ രാജു ജോർജ് ആണ് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത്. ഞാൻ കാണും പ്രാണനാഥനെ എന്ന സഹോദരൻ ജോയി മാത്യു രചിച്ച ഒരു ഗാനമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ പ്രാണപ്രിയന്റെ അരികിലെത്തി ആ പൊന്മുഖം കാണുവാൻ, ആ ഇമ്പസ്വരം കേൾക്കുവാൻ, ആ നാഥന്റെ മാറിൽ ചാരി ആശ്വസിക്കുവാൻ ഉള്ള നാളുകൾ വിദൂരമല്ല എന്ന മനോഹരമായ ഒരു പ്രത്യാശ ഗാനമാണിത്. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടപ്പാടുകളും കണ്ണുനീരും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന നമ്മുടെ പ്രാണനാഥൻ വേഗം വന്നിടും. ഈ പ്രത്യാശ നിർഭരമായ ഗാനം ആലപിക്കുവാൻ പ്രിയ സഹോദരൻ രാജു ജോർജിനെ കർത്തൃനാമത്തിൽ ഞാൻ സാദരം ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ. ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം ദൂരമോ വിദൂരമല്ല. ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ. ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം ദൂരമോ വിദൂരമല്ല. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ നാഥന്മാർവിൽ ചാരിടുമ്പോ.
ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം ദൂരമോ വിദൂരമല്ല. ഈ ഗേഹം വിട്ടുപോകുമേ നാം സ്വർഗതീരെ എത്തിടുവാൻ. പരദേശിയാണിഹേ ഭൂവതിൽ നാം നാഥൻ വേഗം വന്നിടുമേ. ഈ ഗേഹം വിട്ടുപോകുമേ നാം സ്വർഗതീരെ എത്തിടുവാൻ. പരദേശിയാണിഹേ ഭൂവതിൽ നാം നാഥൻ വേഗം വന്നിടുമേ. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ നാഥൻ മാർവിൽ ചാരിടുമ്പോ ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം ദൂരമോ വിദൂരമല്ല. ഈ ലോകം ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിടുന്ന വിലാപങ്ങൾ നൃത്തമായി മാറിയിടുമേ. നാഥൻ വേഗം വന്നിടുമേ. ഈ ലോകം ദുഃഖമേകിയാലും വാഴ്വിൻ നാളിൽ ആർത്തിടുന്ന വിലാപങ്ങൾ നൃത്തമായി മാറിയിടുമേ. നാഥൻ വേഗം വന്നിടുമേ. ചേരും ഞാൻ പ്രിയനരികിൽ, കാണും ഞാൻ പ്രിയൻ പൊന്മുഖം, വാഴും ഞാൻ നിത്യനാടതിൽ നാഥൻ മാർവിൽ ചാരിടുമ്പോ ഞാൻ കാണും പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം ദൂരമോ വിദൂരമല്ല. ഞാൻ കാണും
പ്രാണനാഥനെ ശോഭയേറും വിൺപുരിയിൽ ഞാൻ കേൾക്കും നാഥനിമ്പസ്വരം. ദൂരമോ വിദൂരമല്ല, ദൂരമോ വിദൂരമല്ല, ദൂരമോ വിദൂരമല്ല. കർത്താവിന് സ്തോത്രം. നമ്മുടെ പ്രാണപ്രിയന്റെ ആ ശബ്ദമൊന്ന് കേൾക്കുവാൻ, ആ പൊന്മുഖം കാണുവാൻ, ആ തിരുമാറിൽ ആശ്രയിക്കുവാൻ, ചാരുവാൻ, അവനോട് ഒരുമിച്ച് നമുക്ക് നിത്യകാലം അവനോട് കൂടെ ഇരിക്കുവാൻ നാം എത്രയോ ആഗ്രഹിക്കുന്നു. അതിനായി നാം കാത്തിരിക്കുന്നു. ആ വലിയ പ്രത്യാശ നിർഭരമായിരിക്കുന്ന ആ ഗാനം നമുക്ക് ശ്രദ്ധിക്കുവാൻ ഇടയായല്ലോ. ദൈവത്തിന് സ്തോത്രം. ഗാനം ആലപിച്ച പ്രിയ സഹോദരൻ രാജു ജോർജിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരുന്ന നാടുകളിലും ധാരാളമായി പാടുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വലിയവനായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അടുത്തതായി ദുബൈയിൽ നിന്നും പ്രിയ സഹോദരൻ ഷൗൾ വർഗീസ് ആണ് നമുക്ക് വേണ്ടി മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നത്. കാരുണ്യദേവ കനിവിൻ അൻപേ എന്നുള്ള ഗാനമാണ്. കരുണയും കൃപയും കനിവും സ്നേഹവും നിറഞ്ഞ നാഥന്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ദുഃഖമെല്ലാം ഞാൻ മറന്നു പോകുന്നു എന്ന ഗാനം പ്രിയ സഹോദരൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോട്, ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ആ ക്രൂശിലേക്ക് നോക്കാം. നമുക്കവിടെ നിന്നും വലിയ ആശ്വാസം ലഭിക്കുമാറാകട്ടെ. നമ്മുടെ ദുഃഖമെല്ലാം മറന്ന് നമ്മുടെ കർത്താവിനോട് ചേർന്ന് സന്തോഷിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം നമുക്ക് ഈ ഗാനാലപനത്തിലൂടെ ലഭിക്കുവാൻ ഇടയാകട്ടെ. പ്രിയ സഹോദരനെ കർത്താവിന്റെ നാമത്തിൽ സാദരവും ക്ഷണിക്കുന്നു ഗാനം ആലപിക്കുവാനായി. Praise the Lord. കനിവിന്നൻപേ കരുണ തൻ കൃപനാദ കാൽവരി സ്നേഹം കാണുമ്പോഴൻ കഥനമെല്ലാം മറന്നിടുന്നു. കാരുണ്യദേവാ കനിവിന്നൻപേ കരുണ തൻ കൃപനാദ കാൽവരി സ്നേഹം കാണുമ്പോഴൻ കഥനമെല്ലാം മറന്നിടുന്നു. കാരുണ്യദേവാ ശിരസിൽ മുൾമുടി ചൂടി പീഡകളെനിക്കായി സഹിച്ചുവല്ലോ. നിൻ തിരുശിരസിൽ മുൾമുടി ചൂടി പീഡകളെനിക്കായി സഹിച്ചുവല്ലോ. പാപമില്ലാതെ ചിന്ത
ചിന്തിയ നിന്നിണം പാപമില്ലാതെ ചിന്തിയ നിന്നിണം എന്റെ പാപം കഴുകിയിടുന്നു. കാരുണ്യദേവാ കനിവിന്നൻപേ കരുണ തൻ കൃപനാഥ കാൽവരി സ്നേഹം കാണുമ്പോഴെൻ കഥനമെല്ലാം മറന്നിടുന്നു. കാരുണ്യദേവാ േറ്റ നിൻ പാദത്തിൽ താണുവണങ്ങി കുമ്പിടുന്നു. ആണികളേറ്റ നിൻ പാദത്തിൽ താണുവണങ്ങി കുമ്പിടുന്നു. എൻ മനം നിന്നെ നമിച്ചിടുന്നു. എൻ മനം നിന്നെ നമിച്ചിടുന്നു. നിൻ പാദമെന്നും എന്നാശ്രയം. കാരുണ്യദേവാ കനിവിന്നൻപേ കരുണ തൻ കൃപനാഥ കാൽവരി സ്നേഹം കാണുമ്പോഴെൻ കഥനമെല്ലാം മറന്നിടുന്നു. കാരുണ്യദേവാ താങ്ങി നടത്തുന്ന നിൻ തിരുകരങ്ങൾ അടിയനിലെന്നും വയ്ക്കണമേ. താങ്ങി നടത്തുന്ന നിൻ തിരുകരങ്ങൾ അടിയനിലെന്നും വയ്ക്കണമേ. നിൻ വഴിയെന്നും എൻ പ്രകാശം. നിൻ വഴിയെന്നും എൻ പ്രകാശം. നിൻ പാദമെന്നും എന്നാശ്രയം. കാരുണ്യദേവാ കനിവിന്നൻപേ കരുണ തൻ കൃപനാഥ കാൽവരി സ്നേഹം കാണുമ്പോഴെൻ കഥനമെല്ലാം മറന്നിടുന്നു. കാരുണ്യദേവാ താങ്ക് യു. കർത്താവിന് സ്തോത്രം. നമ്മെ താങ്ങി നടത്തുന്ന കരുണാമയനായ നമ്മുടെ നല്ല കർത്താവിനെ നമുക്ക് ഓർക്കാം. കർത്താവിന് സ്തോത്രം ചെയ്യാം. പാപം അറിയാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപമില്ലാത്തവൻ നമുക്ക് പകരമായി നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ആ ക്രൂശിന്മേൽ കയറി. അവന്റെ കാലുകൾ, കൈകൾ ആണികൾ വെച്ച് പച്ചത്തടി ക്രൂശിനോട് ചേർത്തടിക്കുവാൻ ഇടയായി. നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന നമ്മുടെ കർത്താവിനെ ഓർക്കുമ്പോൾ, ആ ക്രൂശിലേക്ക് നാം നോക്കുമ്പോൾ, നമ്മുടെ കഥനങ്ങളെല്ലാം, നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറക്കുവാൻ, സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്നു എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ
നമ്മെ വീണ്ടെടുത്ത നമ്മുടെ പ്രാണനാഥനെ നാം എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുകൂടെ പരിശോധിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ആ കർത്താവിനോട് നാം ചേർന്നിരിക്കുന്നുവോ? കർത്താവിൻ്റെ ഇഷ്ടം നാം അനുസരിക്കുന്നുണ്ടോ? കർത്താവിന് പ്രസാദം വരുമാറ് നാം ജീവിക്കുന്നുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതം എങ്ങനെ ഇരിക്കുന്നു? കർത്താവിന് പ്രയോജനമുള്ളവരായിട്ട് തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് വേണ്ടി പങ്കപ്പാടുകളേറ്റ് കഷ്ടമനുഭവിച്ച നമ്മുടെ കർത്താവിനെ അവനുവേണ്ടി നമുക്കും ത്യാഗം അനുഭവിക്കുവാനും വിടേണ്ടതെല്ലാം വിട്ട് സ്വീകരിക്കേണ്ടതെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുവാനും ഇടയാകേണ്ടത് ആവശ്യമാണ്. അതിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വളരെ സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മുടെ ഈ ലോകത്തിലെ ക്രിസ്തീയ ജീവിതം നയിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ ഇമ്പശബ്ദം കേൾക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നാം വളരെ കരുതലോടുകൂടെ ഇവിടെ ജീവിക്കാം. ഈ ലോകത്തോട് അനുരൂപരാകാതെ ദൈവത്തിന് പൂർണ്ണ പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ഈ ഗാന കേൾവി ഇടയായിത്തീരട്ടെ. മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും ഇത്തരുണത്തിൽ അറിയിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് നാം ഒരു അന്യഭാഷാ ഗാനമാണ് കേൾക്കുവാനായിട്ട് പോകുന്നത്. ഒരു തമിഴ് ഗാനം നമ്മുടെ പ്രിയ സഹോദരി ആസനത്ത് കണ്ണൻ നമുക്ക് വേണ്ടി പാടുന്നു. കരിമാലു എന്നെ എൻ ആനന്ദം, എന്നെ എൻ ആനന്ദം എന്ന് ആരംഭിക്കുന്ന ആ തമിഴ് ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. പ്രിയ സഹോദരിയെ ആദരപൂർവം ഈ ഗാനം ആലപിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. என்ன ஆனந்தம் சொல்லக்கூடாதே
அடைக்கலமாய் ரட்சிப்பை எங்களுக்கு அருளினதாலே நிச்சயம் சுவாமியை பற்றிய சாட்சி பகர வேண்டியதே. நிச்சயம் சுவாமியை பற்றிய சாட்சி பகர வேண்டியதே. என்ன என் ஆனந்தம், என்ன என் ஆனந்தம் சொல்லக்கூடாதே. என்ன என் ஆனந்தம், என்ன என் ஆனந்தம் சொல்லக்கூடாதே. வெண்ணங்கி பொன்மூடி வாத்தியம் மேல் வீட்டில் ஜெய கோடியுடனே. வெண்ணங்கி பொன்மூடி வாத்தியம் மேல் வீட்டில் ஜெய கோடியுடனே. மண்ணுலகில் வந்து விண்ணுலகில் சென்ற மன்னனை ஸ்தோத்தரிப்போம். மண்ணுலகில் வந்து விண்ணுலகில் சென்ற மன்னனை ஸ்தோத்தரிப்போம். என்ன என் ஆனந்தம், என்ன என் ஆனந்தம் சொல்லக்கூடாதே. என்ன என் ஆனந்தம், என்ன என் ஆனந்தம் சொல்லக்கூடாதே. കർത്താവിന് സ്തോത്രം. ക്രിസ്ത്യ ജീവിതം എത്ര ആനന്ദകരമാണ്, എത്ര സന്തോഷകരമാണ്. ആ വലിയ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ നമ്മുടെ കർത്താവിനെ നമുക്ക് ഓർക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ കർത്താവിനെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടവരായി നമ്മുടെ കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് ശിഷ്ടായുസ് കഴിക്കാം. നാം വലിയ ഉത്തരവാദിത്വ ഉള്ള സ്ഥാനത്താണ് ആയിരിക്കുന്നത്. കർത്താവ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ നാം ആയിരിക്കുമ്പോൾ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ, സാക്ഷ്യമുള്ളവരായിട്ട് ജീവിക്കുവാൻ, കർത്താവിനെ മഹത്വമായിട്ട് തന്നെ ജീവിക്കുവാൻ ഇടയാകണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, താല്പര്യമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. അത് നാം പൂർണ്ണമായിട്ട് അനുസരിച്ച് നമുക്ക് സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിനെ സേവിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മനോഹരമായി ആ ഗാനം ആലപിക്കുവാൻ പ്രിയ സഹോദരിയെ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ സഹോദരിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും കർത്താവ് വലിയ കൃപ നൽകി കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ വളരെയധികം തന്നെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരിക്കല്ല നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ തുടർന്നും സഹായിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ഗാനം ശ്രദ്ധിക്കാം. സുനിൽ പത്തനാപുരം രചിച്ച കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്ന ഗാനം കേൾക്കാം. അൽവറിൽ നിന്നും നമ്മുടെ പ്രിയ സഹോദരി മജു എബി നമുക്ക് വേണ്ടി ആ ഗാനം ആലപിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന് ഉറപ്പും ധൈര്യവും പ്രദാനം ചെയ്യുന്ന ഈ ഗാനം ആലപിക്കുവാൻ പ്രിയ സഹോദരിയെ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സഹോദരി മജു എബി. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു
കർത്താവേ കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. നാലു നാളായാലും നാറ്റം വച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. നാലു നാളായാലും നാറ്റം വച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടുമേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നാവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കർത്താവിന് സ്തോത്രം. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തടസ്സമായി മുന്നിൽ നിൽക്കുന്ന ഏത് പർവ്വതത്തെയും തട്ടിത്തകർക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദേവാലയ പണിയിൽ ഏർപ്പെട്ടിരുന്ന സെരുബാബേലിനോട് സെക്രിയ പ്രവചനത്തിൽ പറഞ്ഞ കാര്യം നാം വായിക്കുന്നു. യഹോവയുടെ അരുളപ്പാട്, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീയാർ, നീ സമഭൂമിയായി തീരും.
അതിന് കൃപ കൃപ എന്ന് ആർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും. ചെങ്കടലാകട്ടെ, എറിഹോ കോട്ടയാകട്ടെ, വലിയ വൻമതിലുകൾ, ദാവീദ് പറഞ്ഞ പോലെ നിന്നാൽ ഞാൻ ചാടിക്കടക്കുവാൻ അല്ല, കർത്താവ് അതിനെയൊക്കെ തകർത്ത് വളരെ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ നമ്മുടെ കർത്താവിനെ വിശ്വാസത്താൽ നാം കാണുന്നു. വിശ്വാസത്താൽ നാം ഓരോ നമ്മുടെ കാലടികളും എടുത്തു വെക്കുവാൻ ഇടയാകുന്നു. അങ്ങനെ ഏറ്റവും വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ മനോഹരമായ ഗാനം ആലപിക്കുവാൻ പ്രിയ സഹോദരിയെ കർത്താവ് സഹായിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരുന്ന നാളുകളിലും ധാരാളമായ കൃപകൾ പ്രാപിച്ച് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പാടുവാൻ, ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നന്ദിയുടെ വാക്കുകൾ പറയുവാനായിട്ട് പ്രിയ കർത്താവിന്റെ ദാസൻ ജോൺ ചെറിയാനെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് അദ്ദേഹം ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതായിരിക്കും. പ്രിയ കർത്താവിന്റെ ദാസൻ ജോൺ ചെറിയാൻ. ജീവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ഉദ്ദേശം 1.5 മണിക്കൂർ കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പാടിപ്പുകഴ്ത്താൻ, നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുവാനെല്ലാം നമുക്ക് ഇടവന്നു. കൂടി വന്ന എല്ലാ ദൈവജനത്തിനും ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ വിലയേറിയ സമയം ഇതിനുവേണ്ടി വിനിയോഗിക്കുന്നുണ്ടല്ലോ, അതിനായി സ്തുതിക്കുന്നു. നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇത് വെൽക്കം പറഞ്ഞ, ഇൻട്രഡക്ഷൻ പറഞ്ഞ പ്രിയ റിജോയ് ജോണിനെ ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുന്നു. താനും ഇതിൻ്റെ എല്ലാ ടെക്നിക്കലും അല്ലാതെ എല്ലാ വർക്കും ചെയ്യുന്നത് പ്രിയ സഹോദരനാണ്. തനിക്ക് ശരീരമായ ക്ഷീണങ്ങളുണ്ടെങ്കിലും അതൊന്നും കണക്കൂട്ടാതെ തനിക്കും ആത്മീയമായ പല ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നുണ്ട്. മാസിക സംബന്ധിച്ചും അതുപോലെ തന്നെ താൻ കണ്ണൂരിലെ ഷാലോം ഗോസ്പൽ മിനിസ്ട്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ വേലയുടെ ഇടയ്ക്ക് ഇവിടെ ഇതും കൂടെ ചെയ്യുവാൻ തന്നെ ദൈവം അനുവദിക്കുന്നു. താൻ ചെയ്യുന്ന ആ യാതൊരു ഒരു മടിയും കൂടാതെ തന്നെ ചെയ്യുന്ന ഈ വേലയും താൻ ചെയ്യുന്ന ആത്മീയ വേലയെ അനുഗ്രഹിക്കട്ടെ. തനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. ദൈവം നാം മാറ്റപ്പെടുവാൻ ഇടുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെ രണ്ടാമത് നമുക്ക് പറയാനുള്ളത്, പിന്നെ ഈ നരേഷ് ഈ ലീഡ് ചെയ്യാനും നരേഷൻ ചെയ്യുവാനും പ്രിയ ജോണച്ചായനെ ദൈവം ഇടവരുത്തി. അത് നല്ലപോലെ അതിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് നരേഷൻ പറയുവാൻ, ദൈവം നാം മഹത്വപ്പെടുത്തുവാൻ ഇടവന്നു. താൻ ആദ്യം പറഞ്ഞ പോലെ ആത്മീയമായ പല ശുശ്രൂഷ ചെയ്യുന്നതാണ്. രാവിലത്തെ ബൈബിൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതുപോലെ പല ബുക്കുകൾ, അതിൻ്റെ ലേഖനങ്ങളുടെ അതിൻ്റെ കമൻട്രിയൊക്കെ എഴുതുവാൻ ദൈവം സഹായിച്ചു. താനും തളിപ്പറമ്പ് ദേശത്ത് തന്നെ കാത്തുപാലിക്കുന്നു. സഭയുടെ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്ന എല്ലാം ഇത്തരണത്തിൽ ലീഡ് ചെയ്യുവാൻ, നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യുവാനെല്ലാം ഇടവന്നു. ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യം പ്രാർത്ഥിച്ച പ്രിയ തോമസ് രാജു സഹോദരൻ മാവലികയുടെ ഭാഗത്ത് താൻ ആത്മീയമായ ശുശ്രൂഷ ചെയ്യുന്നു. സഭയുടെ ഉത്തരവാദിത്തങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. അതുപോലെ ഓപ്പൺ എയർ മീറ്റിങ്ങും അതുപോലെ മറ്റ് പല ശുശ്രൂഷയുടെ നടുവിലും കടന്നു വന്ന് ദൈവനാമത്തിനായി പ്രാർത്ഥിക്കുവാൻ തന്നെ ഇടവരുത്തി ഞാൻ ആസ്വദിക്കുന്നു. അതുപോലെ അഡ്വാൻസ് ആയിട്ട് അവസാനം പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരൻ അലക്സാണ്ടർ ബിലായി ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾ രണ്ടുപേരുമാണ് ആ പാട്ട് പാടിയത്. പ്രിയ സഹോദരനായിരിക്കും അവസാനമായി പ്രാർത്ഥിച്ച് ആശീർവാദം പറയേണ്ടത് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെ ഇത്തരണത്തിലെല്ലാം ദൈവനാമഹത്വത്തിനായി തീരുവാൻ സഹായിക്കുന്നു. സ്തോത്രം. പാടിയ എല്ലാവരെയും ദൈവനാമത്തെ ഒരിക്കൽ കൂടെ ഞാൻ നന്ദിയും അതുപോലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആദ്യം പാട്ടുപാടിയ പ്രിയ സജി മാത്യു മെൽബേണിലെ, അവിടുത്തെ സമയം വളരെ ഇരുട്ടി, 3 മണിക്കൂർ മുമ്പിലാണ്. എന്നാലും തനിക്കും അതിന് ഉത്സാഹത്തോടെ കടന്നു വരാൻ സഹായിച്ചു. അതുപോലെ സിസ്റ്റർ ലിസ ബിജു ബഹ്റിനിൽ നിന്ന് നല്ലപോലെ പാട്ട് പാടാൻ സഹായിച്ചു. ഞാൻ പാട്ട് പാടുന്നില്ല, സമയച്ചുരുക്കം കൊണ്ട്. അതുപോലെ പ്രിയ പ്രമോദ് എസ് ജോൺ ദോഹയിൽ നിന്ന് കടന്നു വന്ന് അത് വളരെ നല്ല രീതിയിൽ പാടുവാൻ സഹായിച്ചു. അതുപോലെ സിസ്റ്റർ മജു എപി ആൽവറിൻ്റെ പ്രദേശത്ത് നിന്ന് നല്ല രീതിയിൽ പാടുവാൻ സഹായിച്ചു. താനും ഇതുപോലെ വളരെ തിരക്കും അത് വളരെ മിനിസ്ട്രി ഉള്ളതാണ്. അതിനും
പ്രിയ സഹോദരിയെ സഹായിച്ചു, അതിന് സ്തോത്രം. അതുപോലെ പ്രിയ ജോൺ സ്തംഭാൻ സഹോദരനും പല ഉത്തരക്കുള്ള സഹോദരനാണ്, തന്നെ ജോലിയുടെ ബന്ധത്തിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്. എന്നാൽ കർത്താവ് അത് വിളിച്ചപ്പോൾ തന്നെ താനത് വന്നു, സ്തോത്രം. അതുപോലെ ലിറ്റി ബെൻ ചെന്നൈ, ആ സഹോദരിയും കർത്താവ് അത് നല്ല രീതിയിൽ പാട്ടുപാൻ ദൈവം ഇടപെടുത്തി. അതുപോലെ ആൻ എസ്തേർ അലക്സ്, അവർ അത് മക്കൾ രണ്ടുപേരും എൽസായും എസ്തേറും നല്ല രീതിയിൽ പാട്ടുപാടാൻ ഇടപെടുത്തി. തെലുങ്കായയിലും വളരെ ഇമ്പമായി അത് തോന്നി. ദൈവനാമത്തെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രിയ രാജു ജോർജ് ദോഹ, താനും വളരെ നാളെ ഇടയ്ക്കില്ലായിരുന്ന കാര്യം, പുള്ളിക്കാരൻ എറണാകുളത്ത് ജോലി സംബന്ധിച്ച് ദോഹയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. കർത്താവ് മഹത്വപ്പെടുത്തുവാൻ യാതൊരു മടിയില്ലാതെ താൻ കടന്നു വന്നു, അതിന് സ്തോത്രം. തന്നെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഷോൾ വർഗീസിനെയും ദൈവനാമത്തിനുള്ള നന്ദി പറയുന്നു. നല്ല രീതിയിൽ പാടുവാൻ സഹായിച്ചു. അതുപോലെ അശ്രദ്ധ കാണനും അതുപോലെ ചെറിയ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് പാടുവാൻ സഹായിച്ചു. എന്താ എന്ന് ആനന്ദം, ആദ്യത്തെ പാട്ട് വാഴും ഞാൻ രക്ഷിതാവിനെന്നും, അവസാനത്തെ പാട്ട് എന്നാ എൻ്റെ ആനന്ദം എന്ന തമിഴ് പാടി ദൈവത്തിനെ സ്തുതിക്കുവാനും കർത്താവിൻ്റെ വരവിനായി നോക്കിപ്പാർക്കുവാനും ദൈവം ഇടവന്നു. കഴിഞ്ഞ വർഷങ്ങളെല്ലാം ദൈവം സഹായിച്ച് ഇത് തുടർമാനമായിട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. ഈ സൂമിൽ നടക്കുന്ന ചില ശുശ്രൂഷകളെ ഞാൻ ഓർപ്പിക്കുന്നതാണ്. രാവിലെ നടക്കുന്ന ബൈബിൾ സ്റ്റഡി ഉണ്ട്. ഇപ്പം 2 തെസ്സലോനിക്കൽ 2-ാം അധ്യായം വന്ന് രാവിലെ നാട്ടിലെ സമയമാണ്, ഇന്ത്യൻ സമയമാണ്, 6:30 മുതൽ 30 മിനിറ്റ് ഉള്ളതുണ്ട്. പ്രിയ KM ജോണച്ചാനാണ് അത് ചെയ്യുന്നത്. നിങ്ങൾ കടന്നു വരാൻ ശ്രമിക്കണം. ഈ സെയിം നമ്പറാണ്. അതുപോലെ വ്യാഴാഴ്ച വൈകുന്നേരം 5:30 മുതൽ സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്. അതും വളരെ ഭംഗിയായിട്ട് ദൈവകൃപയാൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഇതുപോലെ ഫാമിലി ഗാദറിംഗ് ഉണ്ട് 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക്. അവസാനത്തെ ആഴ്ച പാട്ടായിരിക്കും. പക്ഷേ ഈ ആഴ്ച ഒരാഴ്ച മുമ്പിലാണ് നടത്തിയത്. അല്ലാതെ എല്ലാ ആഴ്ചയും എല്ലാ മാസത്തിൻ്റെ അവസാനമായിരിക്കും ഉള്ളത്. അത് നിങ്ങൾ എല്ലാവരും ദൈവസ്നേഹത്തിൽ കടന്നു വന്ന് ദൈവത്തിനെ മഹത്വപ്പെടുന്ന രീതിയിൽ അത് കേൾക്കുകയും അത് ധ്യാനിക്കുകയും അത് ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇത്തരണത്തിൽ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിനെ അർപ്പിക്കുന്നു. ഇത്തരണത്തിൽ കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ വന്നു പാടിയ എല്ലാവർക്കും യാതൊരു ലാഭ ഇച്ഛ ഇല്ലാതെ അത് ചെയ്യുവാൻ ദൈവം ഇടവന്നുകൊണ്ടിരിക്കുന്നു. അതിനെ സ്തുതിക്കുന്നു. ഈ ആത്മീയ ശുശ്രൂഷ നിങ്ങളും പ്രാർത്ഥന ഓർക്കണം. അതുപോലെ ഞങ്ങൾ മറ്റ് വിഷയങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്കുള്ള കർത്താവിൻ്റെ വരവിനായി എല്ലാം നമ്മളെല്ലാവരും നോക്കിപ്പാർക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇപ്പം പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പ്രിയ ദേവദാസൻ, പ്രിയ അലക്സാണ്ടർ സഹോദരനെ ബിലായിൽ നിന്ന് ക്ഷണിക്കുന്നു. അത് ആശീർവാദം വന്ന് സഹോദരൻ അത് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ വൈകിയ സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, ശാലേം ഗോസ്ബൽ മിഷന്റെ ആഭിമുഖ്യത്തിൽ പുറത്ത് അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ഈ സംഗീത ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരുന്നതിനായി സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാം, ഈ ശുശ്രൂഷ തുടങ്ങിയതിൽ ഇതുവരെയും കർത്താവ് സഹായിച്ചുകൊണ്ടിരുന്നു. അതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാ മാസവും അവസാനത്തെ ശനിയാഴ്ച ഇങ്ങനെയൊരു സംഗീത ശുശ്രൂഷ നടത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അവസാനത്തെ അല്ലെങ്കിൽ 4-ാമത്തെ ഈ ശനിയാഴ്ചയിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും ഗാനങ്ങൾ ആലപിക്കാനും കർത്താവിനെ ഓർക്കുവാനും കർത്താവിനെ ആരാധിക്കുന്നതും കർത്താവിൻ്റെ വരവിനെ ഓർക്കുന്നതും കർത്താവ് ആശ്വാസം നൽകുന്നതുമായ ആ രീതിയിലുള്ള ഗാനങ്ങൾ ആലപിക്കുവാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സഹോദരന്മാരെ അവിടെ നിന്ന് ബലപ്പെടുത്തി, സഹോദരിമാരെ ബലപ്പെടുത്തി, കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തി. അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപ, കരുണ എത്രയോ വലുതായിരിക്കുന്നു. ദൈവമേ, അവിടുന്ന് നൽകിയ താലന്തുകൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനോട് ഉപയോഗിക്കുവാൻ സഹോദരന്മാരെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഗാനം ആലപിച്ച എല്ലാ സഹോദരന്മാരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്തുതിക്കുന്നു. വിശേഷാൽ പലരും പല സമയത്തായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആലപിക്കുമ്പോൾ സമയത്തിൻ്റെ ചേഞ്ചസ് ഉണ്ടാകും. എന്നാൽ ആ സമയം പ്രതികൂലതയും തണുപ്പും ചൂടും ഒക്കെ സഹിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിരുന്നു
ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഗാനങ്ങൾ ആലപിക്കാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. കർത്താവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ദൈവമേ സഹായിക്കണമേ. കർത്താപ്പുറത്തിലെ സഭ അവിടുന്ന് സഹായിച്ചു ഹോസ്റ്റാകുവാൻ ജോൺ ചെറിയാൻ ബ്രദറിനെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. അതുപോലെ കർത്താവ് ശാലേം ഗോസ്ബൽ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയർ ജോയ്സ് ഹോവനും അതുപോലെ കെ ജോൺ അങ്കിള് തുടർന്ന് പ്രിയപ്പെട്ടവർ സനസഭയുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്തമുള്ള എല്ലാവരും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഇങ്ങനെ ദൈവനാമോത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചു, അതിനായി സ്തുതിക്കുന്നു. തുടക്കത്തിൽ കർത്താവെ അവിടുന്ന് തുടക്കം മുതൽ ഈ സമയം വരെയും ഇതിൻ്റെ അവസാനത്തെ ശുശ്രൂഷ നടക്കുന്ന സമയം വരെയും കർത്താവ് സഹായിച്ചുകൊണ്ടിരുന്നു, അതിനായി നന്ദിയോടെ സ്തോത്രം. ശാലേം ഗോസ്ബൽ മിഷൻ്റെ പ്രവർത്തനങ്ങളെ ഓർക്കുന്നത് സഹായിക്കണമേ. അതുമാത്രമല്ല ഈ സൂ മീറ്റിംഗ് കൂടെ നടക്കുന്ന ബൈബിൾ സ്റ്റഡി, പ്രെയർ മീറ്റിംഗ്, സഹോദരിമാരുടെ മീറ്റിംഗ്, ഫാമിലി ഫെലോഷിപ്പ്, അതുപോലെ ഈ സംഗീത ശുശ്രൂഷ, ഇതൊക്കെ വളരെ അനുഗ്രഹമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവനാമത്തിൻ്റെ മഹിമ ഉണ്ടാകുവാൻ ഇതിൽ കൂടെ സഹായിക്കുന്നു, അതിനായി സ്തുതിക്കുന്നു. കർത്താവെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയ സഹോദരന്മാരെയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവ് അവരെ കൂട്ടിയെടുത്തതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇത്തരത്തിലൊരു കൂട്ടായ്മ അനുഭവിക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. വരുന്ന ദിവസങ്ങളിലും കർത്താവ് അനേകം പേര് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുവാൻ, അനേകം പേർക്ക് ആത്മീയ ഉന്നതി ഉണ്ടാകുവാൻ ദൈവമായ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ. ഒരിക്കൽ കൂടെ ഇതിൻ്റെ ലീഡ് ചെയ്ത അതിൻ്റെ ദാസനെ, അതിൻ്റെ പ്രസൻറ്റേഷൻ ചെയ്ത ദാസനെ, അതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ദാസനെ, അതിനെ ഹോസ്റ്റ് ചെയ്ത ദേവദാസനെ എല്ലാവരും കരങ്ങൾ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഗാനമാലപിച്ച സൗരന്മാരെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് നൽകിയ താലന്തുകൾക്കായി സ്തോത്രം. തുടർന്ന് കർത്താവെ ഞങ്ങൾ അല്പസം കൂടെ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടാകണം. കർത്താവ് കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും ഞങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, വിശേഷാൽ ശാലേം ഗോസ്ബൽ മിനിസ്ട്രിയോടും അടുത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ദേവദാസന്മാരോടുകൂടെയും പ്രത്യേക അസംബ്ലിയോടുകൂടെയും ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.